മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി 2021-22 വാർഷിക പദ്ധതി 25 ലക്ഷം രൂപ വിലയിരുത്തി പഞ്ചായത്തിൽ നടപ്പിലാക്കി എന്ന് പറയപ്പെടുന്ന ബയോബിൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പദ്ധതിയിൽ ഭീമമായ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇതിനെപ്പറ്റി വിശദമായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും PDP മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം മാറാക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മേഖലയിലും ഒരു വികസനവും പ്രവർത്തനവും നടത്താതെ പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചലമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പഞ്ചായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന് ഏകദേശം 3.5 വർഷത്തോളം പിന്നിട്ടു. ഈ 3.5 വർഷം പിന്നിട്ടിട്ട് എന്തെങ്കിലും ജനോപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവരാനോ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനോ ഒരു കാരണവശാലും മാറാക്കര പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ ഒരു വിഷയം കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പഞ്ചായത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികൾ അവർ ആവിഷ്കരിക്കുന്നു, അത് പദ്ധതി രേഖയിൽ പ്രസിദ്ധീകരിക്കുന്നു. പക്ഷേ ആ പദ്ധതികളെല്ലാം ഏതെങ്കിലും ഒരു രൂപത്തിൽ അഴിമതി നടത്താൻ ഉതകുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയാണ് മാറാക്കര പഞ്ചായത്ത് ഭരണസമിതി കൊണ്ടുവരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ബയോബിൻ പദ്ധതി. മാലിന്യ സംസ്കരണ യൂണിറ്റ് കേരളത്തിലാകമാനം നടപ്പാക്കിയതുപോലെ മാറാക്കര പഞ്ചായത്തിലും അത് നടപ്പാക്കിയപ്പോൾ ആ മാലിന്യ സംസ്കരണ യൂണിറ്റ് ഏറ്റവും ക്വാളിറ്റിയിൽ കേരളത്തിലാകെ സപ്ലൈ ചെയ്യുന്ന പരിഷത്ത് ഉൾപ്പെടെയുള്ള ഔദ്യോഗികമായിട്ടുള്ള സംഘടനകളെ ഔദ്യോഗികമായിട്ടുള്ള സമിതികളെ ഒഴിവാക്കുകയും മാത്രമല്ല ഒരു തട്ടിക്കൂട്ട് ഒരു കമ്പനിക്ക് ടെൻഡർ വിളിക്കാതെ പൂർണ്ണമായി ഒരു ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയിട്ട് അത് കൊടുക്കുകയും അതിൽ വ്യാപകമായിട്ടുള്ള അഴിമതി ഉണ്ട് എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പല മെമ്പർമാരും ഒരു വട്ടം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടും അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവുകയോ അതുമായിട്ട് മുന്നോട്ട് പോവുകയോ ചെയ്തില്ല. പിന്നീട് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പർമാർ പോലും അതിൽ നിശബ്ദത പാലിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ PDP ആവശ്യപ്പെടുന്നത് മാറാക്കര പഞ്ചായത്തിൽ നടന്നിട്ടുള്ള ബയോബിൻ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നും അതിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നുമാണ് മാറാക്കര പഞ്ചായത്തിലെ PDP ആവശ്യപ്പെടുന്നത്. രണ്ടാമത്, ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ, ലൈഫ് ഭവന പദ്ധതി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായി അവർ കണക്കാക്കുന്ന ആ പദ്ധതി പോലും മാറാക്കര പഞ്ചായത്തിൽ നടപ്പാക്കാൻ നിലവിലെ ഭരണസമിതി തയ്യാറാകാതിരുന്നിട്ടും ഈ വിഷയത്തിൽ മുഴുവനും പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ മെമ്പർമാരും പൂർണ്ണമായിട്ടും നിശബ്ദത പാലിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ, എന്താണ് ഇതിൻ്റെ രഹസ്യമെന്ന് തുറന്നു പറയാൻ പ്രതിപക്ഷ മെമ്പർമാരും തയ്യാറാകണമെന്ന് PDP ആവശ്യപ്പെടുകയാണ്. ഇത് ഉന്നയിച്ചുകൊണ്ട് നിലവിൽ വിജിലൻസ് മേധാവിക്കും ഉത്തരവാദിത്തപ്പെട്ട മേലുദ്യോഗസ്ഥന്മാർക്കും പരാതി നൽകാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ പരാതി നൽകാൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകാൻ PDP തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, പൊതുസമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ച് ഭരണസമിതിയെ തിരുത്തിക്കാനും പൊതുസമൂഹത്തിന് അനുഗുണമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും ഉതകുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ ശക്തമായ ജനങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും PDP തീരുമാനിച്ചിട്ടുണ്ട്. ടെൻഡർ വിളിക്കാതെ ഒരു സ്വകാര്യ ഏജൻസിക്ക് ഏകപക്ഷീയമായി പദ്ധതി നടത്തിപ്പവകാശം നൽകിയതിൽ തികഞ്ഞ ക്രമക്കേടുണ്ടെന്നും പരിഷത്ത് പോലുള്ള ഏജൻസികളുടെ ഉയർന്ന നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി ഒട്ടും നിലവാരമില്ലാത്ത ബയോബിൻ ബോക്സുകൾ നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും ഇതിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് വകുപ്പ് മേധാവികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും PDP മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞു. അലവി കാടാമ്പുഴ, ശശി പൂവഞ്ചിന, KT ഹുസൈൻ, KT മുസ്തഫ, PV ഹസൻകുട്ടി, ഷറഫു മാടമ്പത്ത്, CT സുവാദ്, CP ബാബു, മുഹമ്മദ് അലി, ബാവ, മുസ്തഫ കണിയാന്തൊടി, VP കുഞ്ഞിപ്പ എന്നിവർ പങ്കെടുത്തു.